കേരള പോലീസിന്റെ മികച്ച കുറ്റാന്വേഷണ മികവും ദൂരദേശങ്ങളിലേക്കുള്ള സാഹസികമായ നീക്കങ്ങളും ഒരിക്കൽ കൂടി തെളിയിച്ച സംഭവമാണ് തിരുവല്ലയിലെ ബാറിൽ നടന്ന വധശ്രമ കേസിലെ പ്രതികളെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയതിലൂടെ പുറത്തു വന്നത്. കേവലം ഒരു നിസ്സാര കാരണം പറഞ്ഞ് ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന ഒരു യുവാവിനെ സംഘം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ അതിവിദഗ്ധമായി നാടുവിട്ട് ഒളിവിൽ പോയെങ്കിലും പോലീസ് സംഘത്തിന്റെ അതിവേഗ നീക്കങ്ങൾക്കും കഠിന പരിശ്രമങ്ങൾക്കും മുന്നിൽ അവർക്ക് അധിക നാൾ ഒളിവിൽ തുടരാൻ കഴിഞ്ഞില്ല. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം, പോലീസിന്റെ അന്വേഷണ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സംഭവം നടന്നത് ഈ മാസം 9-ാം തീയതി തിരുവല്ലയിലെ ഒരു ബാറിലാണ്. പ്രദീപിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ബാറിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന തിരുവല്ല സ്വദേശിയായ രാഹുൽ മനോജിന്റെ കാലിൽ കൗണ്ടറിലേക്ക് പണം അടയ്ക്കാൻ പോവുകയായിരുന്ന പ്രദീപിന്റെ കാൽ അബദ്ധത്തിൽ തട്ടി. കാൽ തട്ടിയെന്ന നിസ്സാരമായ കാരണം മതിയായിരുന്നു രാഹുൽ മനോജിനും കൂട്ടാളികൾക്കും പ്രകോപിതരാകാൻ. തുടർന്ന് രാഹുൽ രാജ്, ജിജോ ജോയി, ആദിത്യരാജ് എന്നിവർ ചേർന്ന് പ്രദീപിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനൊടുവിൽ രാഹുൽ മനോജ് ബിയർ കുപ്പി ഉപയോഗിച്ച് പ്രദീപിന്റെ തലയ്ക്കടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പ്രദീപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആക്രമണത്തിന്റെ രീതിയും ആയുധം ഉപയോഗിച്ചതും വധശ്രമമായി കണക്കാക്കി പോലീസ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. ആക്രമണം നടന്ന ശേഷം പ്രതികൾക്ക് പിടിക്കപ്പെടാതെ രക്ഷപ്പെടേണ്ടത് അനിവാര്യമായിരുന്നു. മുമ്പ് നിരവധി കേസുകളിൽ പ്രതികളായതുകൊണ്ട് തന്നെ പോലീസിനെ കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അവർക്ക് അറിയാമായിരുന്നു. പ്രതികൾ ഉടനടി വാടകയ്ക്കെടുത്ത് ഒരു കാറിൽ കയറി തങ്ങളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം അതിർത്തി കടന്ന് അപ്രതീക്ഷിതരായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഊർജിതമാക്കി. ഡിവൈഎസ്പി നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ KS സുജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സ്ക്വാഡിൽ ASI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഖിലേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അവിനാശ്, വിനായകൻ, ടോജോ തോമസ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു. അന്വേഷണ സംഘം ആദ്യം ചെയ്തത് തിരുവല്ല നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി CCTV ക്യാമറകൾ വിശദമായി പരിശോധിക്കുക എന്നതായിരുന്നു. മർദ്ദനം നടന്ന ബാറിന് സമീപമുള്ള ക്യാമറകൾ മുതൽ പ്രതികൾ സഞ്ചരിച്ച വഴികളിലെ ക്യാമറകൾ വരെ അരിച്ചുപെറുക്കി. ഈ പരിശോധനയിൽ പ്രതികൾ ഉപയോഗിച്ച വാഹനം തിരിച്ചറിയാനും അവർ സഞ്ചരിച്ച ദിശ മനസ്സിലാക്കാനും സാധിച്ചു. പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സംസ്ഥാനം വിട്ടതായി പോലീസ് മനസ്സിലാക്കി. പ്രതികൾ മുൻപ് കേസുകൾ ഉൾപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവരുടെ ബന്ധങ്ങൾ, സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങൾ, ഒളിവിൽ പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ താമസ സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു. കേസിലെ 1-ാം പ്രതിയായ രാഹുൽ മനോജിന്റെ ക്രിമിനൽ പശ്ചാത്തലം പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായി. തിരുവല്ല സ്വദേശിയായിട്ടുള്ള രാഹുൽ മനോജ് നാട്ടുകാർക്കിടയിൽ കൊയിലാണ്ടി രാഹുൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഹുൽ മനോജ് അടുത്തിടെ ഒരു കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ വ്യക്തിയാണ്. വധശ്രമം, കൂട്ടായ്മ കവർച്ച, ആയുധം കൈവശം വയ്ക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ഗൗരവകരമായ 20ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കൂട്ടായ്മ കവർച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ഇത് രാഹുലിന് സംസ്ഥാനത്തിനകത്തും പുറത്തും ക്രിമിനൽ ബന്ധങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. രാഹുൽ മനോജിന്റെ ക്രിമിനൽ പശ്ചാത്തലം കാരണം ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും എളുപ്പത്തിൽ ഇയാൾ നിയമത്തിന്റെ പിടിയിൽ ഒതുങ്ങില്ലെന്നും പോലീസ് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള അന്വേഷണം അനിവാര്യമായി വന്നു. അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് സംഘത്തിന് പ്രതികൾ ബാംഗ്ലൂരിലുണ്ടെന്ന നിർണായകമായ സൂചനയും ലഭിച്ചു. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന മെട്രോ നഗരമായ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയാൻ ശ്രമിക്കുന്നത് തിരക്കിനടിയിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന പ്രതികളുടെ ധാരണയെ തകർക്കുന്നതായിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കോയമ്പത്തൂരിൽ നിന്നാണ് 1-ാം പ്രതിയായ രാഹുൽ മനോജിനെ വാഹന സഹിതം പോലീസ് ആദ്യം പിടികൂടിയത്. അതീവ രഹസ്യമായി നടത്തിയ ഈ ഓപ്പറേഷൻ മറ്റ് പ്രതികളിലേക്ക് എത്താനുള്ള ആദ്യ കച്ചിത്തുരുമ്പായിരുന്നു. രാഹുൽ മനോജിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത പോലീസ് കഞ്ചാവ്, ദേഹോപദ്രവം തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ കിരൺ വില്യംസ് തോമസിന്റെ സഹായത്തോടെ മറ്റ് പ്രതികൾ ഒളിവിൽ കഴിയുന്ന സ്ഥലവും കണ്ടെത്തി. കിരൺ വില്യം തോമസ് പ്രതികളെ ഒളിവിൽ പാർക്കാൻ സഹായിക്കുമായിരുന്നു. ഇയാൾ ബാംഗ്ലൂർ രാമമൂർത്തി നഗർ എക്സൈസ് റേഞ്ച് പോലീസ് സ്റ്റേഷനിലെ കേസിൽ പോലും പ്രതിയാണ്. തുടർന്ന് ജിജോ ജോയി, ആദിത്യരാജ് എന്നിവർ കിരൺ വില്യംസ് തോമസിനൊപ്പം ബാംഗ്ലൂരിൽ വൈറ്റ്ഫീൽഡ് കാടുകൂടി എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ബാംഗ്ലൂരിലെത്തി അന്വേഷണ സംഘം നടത്തിയ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ പിന്തുടർന്ന് പിടികൂടാൻ ആഴ്ചകളോളം നീണ്ടുനിന്ന കഠിന പരിശ്രമം അന്വേഷണ സംഘം നടത്തി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും തങ്ങളുടെ മുൻകാല ക്രിമിനൽ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായ രാഹുൽ മനോജ്, ജിജോ ജോയി, ആദിത്യരാജ്, കിരൺ വില്യംസ് തോമസ് എന്നിവരെ തിരുവല്ലയിലേക്ക് കൊണ്ടുവരികയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതികളെ കോടതി റിമാൻഡും ചെയ്തു. ഈ അറസ്റ്റ് പത്തനംതിട്ട ജില്ലാ പോലീസിന് വലിയ നേട്ടമാണ് നൽകിയത്. പ്രത്യേകിച്ചും കാപ്പ കേസ് പ്രതി ഉൾപ്പെടെയുള്ളവരെ അതിർത്തി കടന്ന് സാഹസികമായി പിടികൂടിയത് പോലീസിന്റെ കാര്യക്ഷമതയും പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടുന്നു. ക്രിമിനലുകൾക്ക് ഒളിവിൽ കഴിയാൻ കേരളം സുരക്ഷിതമായ സ്ഥലമല്ലെന്ന സന്ദേശം നൽകാനും ഈ അറസ്റ്റിന് സാധിച്ചു. ഈ വിജയം തിരുവല്ല പോലീസ് സ്ക്വാഡിലെ അംഗങ്ങളായ SI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഖിലേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അവിനാശ്, വിനായകൻ, ടോജോ തോമസ് എന്നിവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്.